പിന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കുറേ നാളത്തെ പ്ലാനിങ്ങിനൊടുവിൽ നമ്മളെ പാരൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മളിന്നൊരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോവുകയാണ്. നമ്മൾ കസിൻസ് ഓൺലി ട്രിപ്പ്. അങ്ങനെ ഫൈനലി അതിന് നടക്കുകയാണ്. ഒരു 2 വീക്സ് ബാക്ക് അനിയത്തീൻ്റെ കല്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഈ ട്രിപ്പ് പോസ്റ്റ്പോൺ ചെയ്യേണ്ട, കൂർഗെങ്കിൽ കൂർഗ്, നമുക്ക് ഇങ്ങ് പോയി കളയാം. അങ്ങനെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം രാവിലെ തന്നെ 2 കാറുമായിട്ട് നമ്മൾ കൂർഗിലേക്ക് വിട്ട്. 6:00 നമ്മൾ കണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 9 മണിയാകുമ്പോഴേക്കും നമ്മൾ മാക്കൂട്ടം ചെറുങ്കേരി മുകളിലെത്തിയിട്ടുണ്ട്. കൂർഗിൻ്റെ കാറ്റടിച്ചുകൊണ്ടാണോ എന്നറിയില്ല, മുകളിലെത്തിയപ്പോൾ തന്നെ വിശക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ട് പോകുന്നത് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഗോൾഡൻ ടെമ്പിൾ. കൂർഗിൽ പോയിട്ട് ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് പിന്നെ ശരിയല്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ ടിബറ്റൻസ് കൂടുതലാണ്ട് കിടിലൻ മോമോസ് ആയിരുന്നു. അങ്ങനെ മോമോസ് തിന്നാൻ വേണ്ടി കയറി. ഇവർ മോമോസ് ഇട്ടാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാവം കുട്ടികൾ ഇനി ചിലപ്പോൾ ചോറ് വരെ ഒന്നുമില്ല. എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല മുണങ്ങലായി കാണുന്നത്. പിന്നെ ഇപ്പം കണ്ട ചങ്ങായില്ലേ, ആ ചങ്ങായിയാണ് എൻ്റെ ഭർത്താവ്. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചങ്ങായി മലയാളം പറയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ചങ്ങായിക്ക്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്ത സ്പോട്ടാണ് നിസർഗധാമ. ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ നിസർഗധാമ. നമ്മൾ പോയ സീസണിൻ്റെ ആണെന്ന് അറിയില്ല, നമുക്ക് ഭയങ്കര ഡ്രൈ ആൻഡ് ഡള്ളായിട്ടാണ് ഫീൽ ചെയ്ത്. അപ്പം 100 രൂപ കൊടുത്ത് ഉള്ളിൽ കയറിയ സ്ഥിതിക്ക് ഇത് എങ്ങനെയെങ്കിലും മുതലാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ആ പാർക്കിൽ കയറി കളിച്ചത്. പിന്നെ നമ്മൾ വെച്ച് കാവേരിൻ്റെ സൈഡിൽ പോയി ഫോട്ടോസ് എടുക്കാൻ. കാവേരിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഉത്സവ പറമ്പിലെത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്ത്. അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റി ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാർ മൊത്തവും ഇവിടെയാണ് ഉള്ളതെന്നാണ്. അപ്പം ഇനി എന്ത് ചെയ്യും, എങ്ങനെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഇതിലൂടെ കൂടെ പോയാൽ ഇത് അൺഎക്സ്പ്ലോർഡ് സൈഡ് ഓഫ് കാവേരി കാണാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അപ്പുറത്തെ കൂടെ നല്ല വഴി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആക്കാൻ വേണ്ടി ഇതിൽ കൂടെ കയറിയതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പുറത്ത് കൂടെ വഴിയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റി. പിന്നെ കുറച്ച് സമയം ആൾക്കാർ ബോട്ട് റൈഡ് ചെയ്യുന്നതെല്ലാം കണ്ടു നിന്നു. അപ്പോഴാണ് മനസ്സിലായത് സമയം 1 മണിയായി. 1 മണിയായപ്പോൾ എന്താ വീണ്ടും വിശക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ. അപ്പോൾ കൂർഗിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ക്യുസീൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് പോയതാണ്. ചാടി എത്തിയപ്പോൾ ഓർഡർ ചെയ്തതോ മന്തി. അപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ കണ്ണൂരിലെ മന്തിയും കൂർഗിലെ മന്തിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ, അതറിയാൻ വേണ്ടിയിട്ടാണ് അത്ര കൂർഗിൽ പോയിട്ട് മന്തി ഓർഡർ ചെയ്ത് തിന്നത്. അത് കഴിഞ്ഞാൽ പോയത് രാജാ സീറ്റിലേക്കാണ്. രാജാ സീറ്റിന് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ എത്തുമ്പോഴേക്കും ഫോൺ ഡെഡായിരുന്നു. പിന്നെ എടുത്തതാണ് ഈ വീഡിയോ. ഇത് നമ്മൾ ചുരം ഇറങ്ങാൻ നേരം ചായ കുടിക്കാൻ ഇറങ്ങിന് അപ്പം എടുത്ത സാധനമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ച് ഇതോടുകൂടി നമ്മൾ ഭക്ഷണം തിന്നൽ നിർത്തിയെന്നല്ലേ? അല്ല, ചുരം താഴെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും വിശന്നു. അങ്ങനെ വീണ്ടും ഭക്ഷണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്.